പന്ത് പോയി. ഞാൻ ആദ്യം പോയത്. ഇനി ബബ്ലു പോ. ശരി, ഇനി പോയാൽ പാനി പോണം. ആ അമ്മേ മുള്ള്. ഇതെന്താ? ബബ്ലു ഒന്ന് വേഗം വാ. ബാനു ഒന്നിങ്ങോട്ട് വന്നേ, എനിക്കൊരു സൂത്രം കിട്ടി. എന്താ അത്? എന്താ കിട്ടിയത്? ഞാൻ നോക്ക്, കണ്ടോ? ഇത് മിഠായി ആണോ? ഇത് കല്ലാണ്. കളയല്ലേ, അത് കല്ലൊന്നും അല്ല. പിന്നെന്താ ബബ്ലു? നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ആ ശരിയാ, നമുക്ക് ചേട്ടനോടും ചേച്ചിയോടും ചോദിക്കാം. ഞങ്ങളുടെ കയ്യിലൊരു സൂത്രം ഉണ്ടല്ലോ, എന്താണെന്ന് പറയാമോ? സൂത്രമോ? എന്ത് സൂത്രം? നോക്കട്ടെ, കാണിക്ക്. അയ്യോ, ഇത് എവിടെന്നാ? ഒരുപാടുണ്ടല്ലോ. വഴിയിൽ കിടന്ന് കിട്ടിയതാ ചേട്ടാ. ഇത് പൈസയാ, നാണയം. നാണയമോ? അതെന്താ? ഇതുകൊണ്ടേ കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങാം. ഇത് എത്രയാ? 10. അപ്പോ 10 രൂപ. ഇതേപോലെ 5 എണ്ണം ഉണ്ട്. എന്നുവെച്ചാൽ 10 രൂപയ്ക്ക് 10 മിഠായി. ദേ ഇവിടെ 2 ആണേ 2 മിഠായി, 5 ആണേ 5 മിഠായി. അപ്പൊ വലിയ ആക്കാണേ ഒത്തിരി മിഠായി വാങ്ങാല്ലേ? ആ നോക്കട്ടെ. 10, 20, 30, 40, 50, 50 രൂപയുണ്ട്. അമ്പോ. എന്താ പിള്ളേരെ ഒരു ചർച്ച? പൈസയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. പൈസ എവിടുന്നാ? അതമ്മേ, ഇവർക്ക് കുറച്ച് നാണയം കളഞ്ഞു കിട്ടി. നാണയമോ? എവിടുന്ന്? വഴിയിൽ വെച്ച്. വഴിയിൽ നിന്നോ? ശോ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണതാവും. പാവം. ഇതേ 50 രൂപയുണ്ട്. ആരോ എന്തോ വാങ്ങാനായി വെച്ചിരുന്നതാവും. അതെ, നിങ്ങളിത് കുറുക്കൻ ചേട്ടന്റെ കൈ കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് പറയണം ഇത് കളഞ്ഞു കിട്ടിയതാന്ന്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാ കൊടുക്കണോന്ന്. കേട്ടോ? കേട്ടു. മക്കളെ, പണം നമ്മള് പഠിച്ചു ജോലി ചെയ്ത് വേണം നേടാൻ. നമുക്ക് വേണ്ടതൊക്കെ വാങ്ങാൻ പണമാണ് വേണ്ടത്. കേട്ടോ? ശരി. നിങ്ങൾ വിഷമിക്കാതെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഒരു വഴി പറഞ്ഞതാ. ആരിത്? ഭാനുവും ബബ്ലുവോ? എന്താ ഈ വഴിയൊക്കെ? അത് ചേട്ടാ, ഒരു കാര്യം തരാൻ വന്നയാ. എന്ത് കാര്യം? ഇതാ ചേട്ടാ. നിങ്ങൾക്കിത് കിട്ടിയോ? അപ്പൊ ഇതാണോ കളഞ്ഞു പോയത്? അതെ, ഇത് തന്നെ. ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷായി. നന്ദിയുണ്ട് മക്കളെ, നന്ദിയുണ്ട്. അല്ല, നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയത്? കുന്നിറങ്ങി പോകുന്ന വഴിയിൽ. ആ, കുട്ടികളായാൽ ഇങ്ങനെ വേണം. ഇത് തിരികെ കൊണ്ട് കൊടുക്കണമെന്ന് തോന്നിയല്ലോ. ഇതാ, മിഠായി വാങ്ങിച്ചോ. എന്നാ ഞങ്ങൾ പോവാ. എന്താ കുട്ടികളെ? മിഠായി വേണം. മിഠായി വാങ്ങാൻ പണമുണ്ടോ? കയ്യിൽ പൈസ ഉണ്ടോ? ഉണ്ട്. ഏത് മിഠായിയാണ് വേണ്ടത്? തേൻ മിഠായി. ആഹാ, 2 രൂപ. എന്താ? അപ്പൊ നിങ്ങൾക്ക് പൈസയുടെ കണക്കറിയില്ലേ? അറിയാം. ഇത് 1 രൂപയാ. ഇനി 1 രൂപ കൂടി വേണം.
എന്ത് രുചിയുള്ള മുട്ടായി അല്ലേ ബബലു? ഇനിയും പൈസ ഉണ്ടായാൽ വാങ്ങാമായിരുന്നു അല്ലേ ബാനു? പൈസ കിട്ടാൻ എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞത് മറന്നു. പഠിച്ച് ജോലി വാങ്ങണം. അയ്യോ എന്റെ നടുവൊടിഞ്ഞേ. ഓഫ്. ദേ കുരങ്ങൻ ചേട്ടൻ വീണു. വാ നോക്കാം. അയ്യോ എന്റെ കൈ വേദനിക്കുന്നേ. എന്തേലും പറ്റുമോ ചേട്ടാ? പറ്റാതെ പിന്നെ നിങ്ങൾ എന്തൊരു പണിയാണ് ഈ കാണിച്ചത്? ഞാൻ എന്റെ ജോലി എങ്ങനെ ചെയ്യും? പാവം കുരങ്ങൻ ചേട്ടൻ, ഞങ്ങൾ സഹായിക്കട്ടെ. നിങ്ങളോ? എന്നാ വാ. ദേ നിങ്ങളത് കണ്ടോ? കണ്ടു. നിങ്ങൾ അത് എടുത്തു തരണം. അത് ഞാൻ അടുക്കി വെച്ചോളാം. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റു. ഹാവൂ, ജോലിയെല്ലാം ഭംഗിയായി തീർന്നു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ഇതൊന്നും ഇപ്പൊ തീരില്ലായിരുന്നു. അയ്യോ പോകല്ലേ, ഒന്ന് നിന്നേ. ഇത് നിങ്ങൾക്കാണ്. മിഠായി വാങ്ങിക്കാം. ബബലു, നമുക്ക് മുട്ടായി വാങ്ങിയാലോ? വേണ്ട, നമുക്ക് അമ്മയുടെ കയ്യിൽ കൊടുക്കാം. എന്താ ഇത്ര സന്തോഷം? ഞങ്ങൾ വരുന്ന വഴി കുരങ്ങൻ ചേട്ടന്റെ ജോലിയിൽ സഹായിച്ചു. അതിന് കുരങ്ങൻ ചേട്ടൻ തന്നതാണ്. ആഹാ, കൊള്ളാമല്ലോ. നിങ്ങള് പൈസ സമ്പാദിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ദാ ഇതിലിട്ടോളൂ. കുടുക്ക നിറയുമ്പോ നമുക്ക് തുറക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.